ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് മക്കളൊക്കെ വീട്ടിലുണ്ട്. അപ്പോൾ 4 മണിക്ക് ചായക്ക് കടി പഴംപൊരി ഉണ്ടാക്കുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പഴംപൊരി ഉണ്ടാക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ മാവൊക്കെ റെഡിയാക്കിയിട്ട്. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പാലപ്പത്തിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുന്നൊരു വീഡിയോയിൽ ഞാൻ പാലപ്പം ചുടുന്നത് കാണിച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിന് കേട്ടോ കുറേ കൂട്ടുകാരൊക്കെ. അപ്പോൾ ഇന്ന് പാലപ്പത്തിൻ്റെ റെസിപ്പി ഒക്കെ ഉണ്ട് വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. എന്നിട്ട് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ പഴംപൊരിക്കുള്ള പഴമൊക്കെ ഉപ്പച്ചിയും മക്കളും കൂടിയിട്ട് കട്ട് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഞാൻ പുറത്ത് അടുപ്പിൽ തീയൊക്കെ കത്തിച്ചിട്ട് പുറത്താണ് കേട്ടോ പഴംപൊരി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ പഴംപൊരിക്കുള്ള പഴമൊക്കെ കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് പഴംപൊരിയൊക്കെ ചുട്ടെടുക്കാം. അപ്പോൾ ഉപ്പച്ചി മക്കളൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ 4 മണിക്ക് എന്തെങ്കിലുമൊക്കെ ചായക്ക് കടി ഉണ്ടാക്കണം കേട്ടോ. അപ്പം അല്ലെങ്കിൽ മക്കൾ സ്കൂൾക്ക് പോകണമെന്ന് എന്തായാലും സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് കടി ഉണ്ടാക്കണം. പിന്നെ ഇപ്പച്ചി വീട്ടിലുണ്ടാകുമ്പം ഇപ്പച്ചി അങ്ങനെ തന്നെയാണ് കേട്ടോ. എന്തെങ്കിലും ചായക്ക് കടി ഉണ്ടാക്കാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് മൈദ ഉണ്ടേനി, പിന്നെ അതേപോലെ നേന്ത്രപ്പഴം ഉണ്ടേനി കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും നല്ലോണം പഴുത്ത പഴമിനി. അപ്പോൾ ഞാൻ വേഗം കുറച്ച് മൈദയൊക്കെ മാവൊക്കെ കൂട്ടിയിട്ട് പഴംപൊരി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പഴംപൊരി നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പഴംപൊരിക്ക് ഞാൻ മാവ് കൂട്ടിയത് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ പഴംപൊരിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ദിവസം റെസിപ്പി ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പഴംപൊരി പെട്ടെന്ന് ഉണ്ടാക്കി എടുത്തതാണ് കേട്ടോ. എന്നാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണ പഴംപൊരിൻ്റെ അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ അങ്ങനെ പഴംപൊരിയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നല്ല അടിപൊളി നല്ല സ്പോഞ്ച് ആയിട്ടുള്ള പഴംപൊരിയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരിയാണ്. അപ്പം ഞാൻ ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ദിവസം ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കട്ടൻ ചായയും പഴംപൊരിയൊക്കെ കുടിക്കട്ടെ കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ പാലപ്പത്തിനുള്ള അരിയൊക്കെ വെള്ളത്തിലിടുന്നതൊക്കെ കാണിക്കുക. അപ്പോൾ അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പച്ചരി വെള്ളത്തിലിടാണ് കേട്ടോ നമ്മളെ പാലപ്പത്തിനുള്ള. അപ്പോൾ ഞാൻ 2 കപ്പ് അരിയാണ് വെള്ളത്തിലിടുന്നത്. നമ്മൾ സാധാരണ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ പച്ചരിയാണ് കേട്ടോ. അപ്പോൾ 2 കപ്പ് പച്ചരി വെള്ളത്തിൽ ആദ്യം ഒന്ന് കഴുകിയെടുത്തിട്ട് പിന്നെ നല്ല വെള്ളം ഒഴിച്ചിട്ട് അവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ 4 മണി ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിന്. പിന്നെ രാത്രി ചോറ് തിന്നലും പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ട് ആണ് ഞാൻ അരി അരച്ചെടുക്കുന്നത്. അപ്പം അരി കഴുകിയിട്ട് ഒരു ജാറിലിട്ട് കൊടുത്തിട്ട് 1/2 കപ്പ് ചോറയ്ക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയതും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല പാലപ്പം കിട്ടുള്ളൂ. അപ്പോൾ അത് നല്ല നൈസായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ദോശമാവിൻ്റെ അത്ര കട്ടി വേണ്ട കേട്ടോ. കുറച്ച് ലൂസായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ ഒരു ബൗളെടുത്തിട്ട് ആ ബൗളിലേക്ക് 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്.
പിന്നെ ഇതിലേക്ക് 1 സ്പൂണ് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഈ വെളിച്ചെണ്ണയും പഞ്ചസാരയും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വെളിച്ചെണ്ണയും പഞ്ചസാരയും നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മൾ മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ പഞ്ചസാരയും വെളിച്ചെണ്ണയൊക്കെ എല്ലാ ഭാഗത്തും ഒന്ന് ആവാൻ വേണ്ടിയിട്ട് നല്ല പോലെ ഒന്ന് മാവൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ മാവ് നല്ലോണം മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഈസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈസ്റ്റ് ചേർത്തിട്ടും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഈസ്റ്റ് അവിടെ ഇവിടെയൊക്കെ അങ്ങനെ കട്ട കെട്ടി കിടക്കും. അപ്പോൾ അങ്ങനെയാകുമ്പം അപ്പം നമുക്ക് ശരിക്ക് അപ്പത്തിനുള്ള മാവ് ശരിക്ക് പൊങ്ങി വരില്ല. അപ്പോൾ അങ്ങനെ നല്ലോണം മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിപ്പോൾ ഉപ്പ് ചേർക്കണില്ല കേട്ടോ. ഉപ്പ് ഇപ്പോൾ ചേർത്താൽ അപ്പോൾ രാവിലെ പുളിപ്പൊക്കെ ആയിക്കാരം. അപ്പോൾ ഞാനിപ്പോൾ ഉപ്പ് ചേർക്കണില്ല. അപ്പോൾ അത് അടച്ചു വെക്കാണ് കേട്ടോ. അപ്പോൾ ഇനി രാവിലെ അപ്പം ചുടുന്ന സമയത്ത് ഞാൻ കാണിക്കണ്ട്. അപ്പോൾ അങ്ങനെ കിച്ചണിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് മേലേക്ക് കയറിയതാണ് കേട്ടോ. എന്താ ഇപ്പം ഈ കാട്ടിക്കൂട്ടിക്കണ നിങ്ങൾ? ഹനാനുള്ളിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് കേട്ടോ. ആ എടുത്ത പുതപ്പും വിരിപ്പൊക്കെ മടക്കച്ചോളിട്ടോ. ഞാനിപ്പോൾ രാത്രി ഭക്ഷണം കഴിക്കലും അതേപോലെ പാത്രം കഴുകലും കിച്ചണിലുള്ള എല്ലാ പരിപാടികളും തീർത്തിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണല്ലേ നമ്മളെ പണി തീരാത്തത്. ചെറിയ മക്കളുണ്ടാകുമ്പോൾ നമ്മളൊക്കെ അടുക്കി പെറുക്കി വെച്ചാലും അത് തല കുത്തനെയാക്കി മറിച്ചിടും. പിന്നെ ഇവിടെ ഈ ഐഫക്കുട്ടിൻ്റെ സ്വഭാവം ഇതാണ് കേട്ടോ. എത്ര പറഞ്ഞാലും കേൾക്കില്ല. എന്നാൽ വലിയ മക്കളെ കൊണ്ട് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ. ഓൾക്ക് എഴുതാനും വായിക്കാനും ഉള്ളതൊക്കെ ചെയ്യാനല്ലാതെ അങ്ങനെ എന്തെങ്കിലും അടുക്കി പെറുക്കി തരാനൊക്കെ കൂടി തരാനല്ലാതെ അടുക്കി പെറുക്കിയതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിടൊന്നുമില്ല കേട്ടോ. ഇവള് ചെറിയ കുട്ടിയായപ്പോഴേ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ചെറുതായപ്പോൾ കുറച്ച് കൊഞ്ചൽ കൂടിയിട്ടാണ് എന്താ അറിയില്ല. എപ്പോഴാണെന്നുണ്ടെങ്കിലും പുതപ്പും വിരിപ്പും വലിച്ചിട്ടിട്ടുള്ള പരിപാടിയാണ് ഓളെ കയ്യിലുള്ളത്. അപ്പോൾ അങ്ങനെ കിടന്നുറങ്ങിയൊക്കെ നീച്ച് രാവിലെയാണ് കേട്ടോ ഐഫക്കുട്ടീനെ മദ്രസക്ക് കൊണ്ടാക്കി ഇങ്ങനെ വരികയാണ്. അപ്പം ഇങ്ങനെ വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ നല്ലൊരു വൈബാണല്ലേ. ഇങ്ങനെ പച്ച വിരിച്ച പാടങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ. പിന്നെ അതാ കൊക്കുകളും കിളികളും ഒക്കെ ഉണ്ട് കേട്ടോ. ഓലൊക്കെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ നല്ലൊരു മനസ്സിന് തന്നെ നല്ലൊരു ഉന്മേഷമൊക്കെയാണ് കേട്ടോ. എനിക്കിങ്ങനെ കാണുന്നത് നല്ല ഇഷ്ടമാണ്. പിന്നെ രാവിലെ ഒരു നടത്തമായി ഓളെ മദ്രസക്കാക്കലുമായി. അങ്ങനെ മദ്രസക്കൊക്കെ കൊണ്ടുപോയി വിട്ട് വന്നിട്ട് പിന്നെ നമ്മളെ പാലപ്പൊക്കെ ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ പാലപ്പത്തിൻ്റെ മാവൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല സോപ്പ് പോലെ പതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പാലപ്പൊക്കെ ചുട്ടെടുക്കണം. അപ്പോൾ ഇന്ന് സ്കൂളുണ്ടെന്ന് തിങ്കളാഴ്ചയല്ലേ. അപ്പോൾ ഇനി നോക്കി നിന്നിട്ട് കാര്യമില്ല, വേഗം പണികളൊക്കെ തീർക്കുകയാണ്. അപ്പോൾ അങ്ങനെ മാവുക്ക് ഉപ്പൊക്കെ ഇട്ടിട്ട് അപ്പം ചുട്ടെടുക്കട്ടെ കേട്ടോ ആദ്യം. പിന്നെ ഞാൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഉരുളക്കിഴങ്ങും കറി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ആണ് അപ്പം ചുടുന്നത്. ഉരുളക്കിഴങ്ങും സവാളയും തക്കാളിയൊക്കെ ഇട്ടിട്ട് തേങ്ങയൊക്കെ അരച്ചിട്ട് നല്ലൊരു കറി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പാലപ്പം ചുടുകയാണ് കേട്ടോ. അപ്പോൾ പാലപ്പത്തിന് അങ്ങനെ കറി ഇല്ലെങ്കിലും നമ്മൾ തേങ്ങാപ്പാലൊക്കെ കൂട്ടിയിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ ഇവിടെ കറിയില്ലാതെ ഇപ്പച്ചിക്കും മക്കൾക്കൊന്നും ഇറങ്ങൂല. റിച്ചുവിന് മധുരം കൂട്ടിയിട്ട് കഴിക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ. അതേപോലെ നമ്മളെ ഐഫക്കുട്ടി പഞ്ചാരക്കുഞ്ചാണ് കേട്ടോ. ഓൾക്ക് അപ്പത്തേക്ക് ആണെങ്കിലും പുട്ടുക്കാണെങ്കിലൊക്കെ പഞ്ചസാര ഉണ്ടായാൽ മതി. പിന്നെ ശരിക്ക് പാലപ്പം ചുടുന്ന ചട്ടി എൻ്റെ കയ്യിലില്ല കേട്ടോ. ഞാൻ ഈ ഒരു ചട്ടിയിൽ തന്നെയാണ് ദോശ ചുടലും അതേപോലെ പാലപ്പം ചുടലും ചപ്പാത്തി ചുടലൊക്കെ ഈ ഒരു ചട്ടിയിൽ തന്നെയാണ് കേട്ടോ. ഈ ഒരു ചട്ടി എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു ചട്ടിയാണ് കേട്ടോ. നമ്മളിങ്ങനെ മാവ് ഒഴിച്ചിട്ട് നമ്മളെ കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഒരുവിധ ഷേപ്പിലൊക്കെ കിട്ടും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ഷേപ്പ് വ്യത്യാസമൊക്കെ ഉണ്ടാവും. അതൊന്നും കുഴപ്പമില്ലല്ലോ, നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ. അപ്പോൾ അതാ നല്ല അടിപൊളി പാലപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല സ്പോഞ്ച് ആയിട്ടുള്ള പാലപ്പാണ് കേട്ടോ. പിന്നെ ഇപ്പം ഇന്ന് ചോറ് വെക്കണില്ല കേട്ടോ. ഇന്നലത്തെ നെയ്ച്ചോറ് ഉണ്ടായിന്. അപ്പോൾ അത് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നെയ്ച്ചോറ് ചൂടാക്കൽ ഇങ്ങനെയാണ് കേട്ടോ. കുക്കറിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കും. എന്നിട്ട് ആ വെള്ളം തിളച്ചിട്ട് നെയ്ച്ചോറാണെങ്കിലും ബിരിയാണി ആണെങ്കിലും ഇതേപോലെ ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും. നമ്മളിപ്പോൾ പുതിയത് ഉണ്ടാക്കിയ പോലെ ഉണ്ടാവും നെയ്ച്ചോറായാലും ബിരിയാണി ആയാലും ഒക്കെ. എന്നിട്ട് കുക്കർ അടച്ചിട്ട് വിസിലടിക്കണ്ട കേട്ടോ. ഇങ്ങനെ പ്രഷർ വരുന്ന ഇങ്ങനെ
പറഞ്ഞ സൗണ്ട് വരുമല്ലോ, ആ സൗണ്ട് വരുമ്പോൾ നമുക്ക് ഓഫാക്കി കൊടുത്താൽ മതി. പിന്നെ ചെറിയ തീയിലിടണം കേട്ടോ, വലിയ തീയിലിട്ടാൽ അടിയൊക്കെ കരിഞ്ഞു പോവും. അപ്പോൾ അതവിടെ ഒന്ന് ആവിയൊക്കെ കയറ്റാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അത് ആ പാലപ്പം ഇതാക്കണം, നല്ല അടിപൊളിയായിട്ടുള്ള പാലപ്പങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ അതേപോലെ പാലപ്പം ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി ചായയൊക്കെ കുടിക്കട്ടെ. പിന്നെ വേറെ കുറേ പരിപാടികളുണ്ട് കേട്ടെന്ന്, മുളകും മല്ലിയും അതേപോലെ അരിയൊക്കെ കഴുകി ഉണക്കാനൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ഇറച്ചിക്കറി ഉണ്ടായിന് ഇന്നലത്തത്, അപ്പോൾ അതും ഒന്ന് ചൂടാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ ചോറും കൂട്ടാനൊക്കെ. പിന്നെ ചിഞ്ചുമോൾക്ക് മാത്രം ചോറ് കൊണ്ടായാൽ മതി. അപ്പോൾ ഓൾക്കിപ്പോൾ ഇതൊക്കെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ വേറെ ചോറൊന്നും ഇപ്പോൾ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഇനി വൈകുന്നേരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അതൊക്കെ ചൂടാക്കിയൊക്കെ വെച്ച്, പിന്നെ അപ്പമൊക്കെ ബാക്കിയുള്ളതൊക്കെ വേറെ പാത്രത്തിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നെയ്ച്ചോറ് ഞാൻ നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തന്നിട്ടില്ലല്ലോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മളിപ്പോൾ പുതിയതായിട്ട് വെച്ച പോലെ ഉണ്ടാവും കേട്ടോ. ആ ബേഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ, പഴയ ചോറിൻ്റെ ഒരു ഇതും ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ചോറ് വെച്ച പോലെ ഉണ്ടാവും കേട്ടോ. പിന്നെ പാത്രങ്ങളൊക്കെ അതിൻ്റെ അടിയിലൊക്കെ അങ്ങനെ കഴുകി വെച്ചിട്ടുണ്ടായിനി. അപ്പോൾ അതൊക്കെ അതാത് സ്ഥാനത്തേക്കൊക്കെ അങ്ങനെ എടുത്ത് വെക്കുകയാണ്. ഒക്കെ കഴിഞ്ഞിട്ട് കഴുകാൻ നിന്നാൽ ഒരുപാടുണ്ടാവും. അപ്പം ഇടയിലൊക്കെ അങ്ങനെ ഗ്യാപ്പ് കിട്ടുന്ന സമയത്തൊക്കെ അങ്ങനെ കഴുകി വെച്ചതേനി കേട്ടോ. അങ്ങനെ പാത്രം കഴുകലും കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചൊക്കെ ഇട്ട്, പിന്നെ ഇതാക്കണ് അരിയും അതേപോലെ മല്ലിയും മുളകൊക്കെ ഒന്ന് കഴുകി വെയിലത്തിടുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ വെയിലൊക്കെ കാണുന്നുണ്ട്. ഉച്ച കഴിഞ്ഞാൽ അധിക ദിവസം ഇപ്പോൾ മഴ ആവുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പണികളൊക്കെ എടുക്കാൻ അങ്ങനെയാണ് കേട്ടോ വൈകിയത്. അപ്പോൾ മുളകും മല്ലിയൊക്കെ പൊടിച്ചതൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ടെറസിൻ്റെ മേലേക്കൊന്നും കൊണ്ടുപോയിടുന്നില്ല കേട്ടോ. ഇതിപ്പോൾ ടെറസിൻ്റെ മേലേക്ക് പോകണമെങ്കിലും ഇവിടുന്ന് മേലേക്ക് പോകണമെങ്കിലും എനിക്ക് സ്റ്റെപ്പ് കയറി പോകണം. അപ്പോൾ ഞാൻ മേലെ മുറ്റത്ത് കല്ലിൽ അങ്ങനെ വിരിച്ചിട്ടേക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യം അരി കഴുകിയാണ്ട് അവിടെ കൊണ്ടുപോയി വിരിച്ചിട്ടിട്ടുണ്ട്. പിന്നെ മുളകും മല്ലിയൊക്കെ ഒന്ന് കഴുകണം. മുളക് നമ്മൾ കഴുകിയിട്ട് പൊടിക്കണം കേട്ടോ. ചില ആളുകളൊന്നും മുളക് അങ്ങനെ കഴുകൂല. മുളക് കഴുകിയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണങ്ങാനൊന്നും പ്രയാസമൊന്നും ഉണ്ടാവില്ല കേട്ടോ. കുറച്ച് നല്ല വെയിലുള്ള സമയത്താണ് മുളക് കഴുകാൻ നല്ലത്. പിന്നെ മുളക് ഞാൻ മുളക് കഴുകുമ്പോൾ കുറച്ച് മുളക് എടുത്തേക്കലുണ്ട് കേട്ടോ. നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ വറ്റൽ മുളക് ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ നോക്കുമ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇതേപോലെ മുളക് കൊണ്ടുവരുന്ന സമയത്ത് കഴുകുമ്പോൾ കുറച്ച് ആ കവറിലിട്ടിട്ട് ഒന്ന് എടുത്ത് വെക്കും. അത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നമ്മൾ എന്തെങ്കിലും ഒരു കുപ്പിയിലൊക്കെ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കേട് വരുമൊന്നുമില്ല കേട്ടോ, കുറേ ദിവസത്തിന് ഉണ്ടാവും. പിന്നെ മുളക് കഴുകുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ മുളകിൻ്റെ ഞെട്ട് കളയുന്നതിൻ്റെ മുമ്പ് കഴുകണം കേട്ടോ. ഞെട്ട് കളഞ്ഞിട്ടായാലും അതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം ഇറങ്ങും. പിന്നെ വെള്ളത്തിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കും വേണം, അല്ലെങ്കിൽ വെള്ളം കുടിച്ചാൽ പിന്നെ ഉണങ്ങി കിട്ടാൻ പ്രയാസമാവും. പിന്നെ 2-3 പ്രാവശ്യം പെട്ടെന്ന് വെള്ളത്തിലിട്ടിട്ട് അങ്ങനെ കഴുകിയെടുത്താൽ മതി. അപ്പോൾ മുളക് കഴുകിയപ്പോൾ ഞാൻ ആദ്യത്തെ അഴുക്കും കാര്യങ്ങളൊക്കെ കാണിക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ മല്ലി കഴുകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പാക്കറ്റ് പൊടി വാങ്ങിക്കാൻ തോന്നൂല അല്ലേ. അപ്പോൾ മാക്സിമം നമ്മൾ പാക്കറ്റ് പൊടിയൊന്നും വാങ്ങിക്കാതെ ഇതേപോലെ മുളകും മല്ലിയൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ ഉണക്കി പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാവും കേട്ടോ നല്ലത്. ഇപ്പോൾ കണ്ടില്ലേ, മല്ലിയിലുള്ള വേസ്റ്റാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്